ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ സ്വന്തം രാധികയ്ക്ക് വീടിനകത്ത് ആരോ കേറിയിട്ടുണ്ടോന്ന് സംശയമുണ്ട്. ദേ വീണ് കിടക്കുന്നു. ഇത് വീഴുന്ന ശബ്ദമാണോ നിങ്ങൾ കേട്ടത്? അതേമ്മേ, ഇവിടെ കിടന്നുറങ്ങിയ ഞാൻ കേട്ടില്ല. അപ്പുറത്തെ മുറിയിലുണ്ടായിരുന്ന നിങ്ങൾ കേട്ടു. നിങ്ങൾക്ക് എന്താ ഉറക്കമൊന്നുമില്ലേ? അത് ഞാൻ ഏട്ടത്തെയായിട്ട് സംസാരിച്ചിരിക്കായിരുന്നു. നല്ലതാ. ദുഷ്ടബുദ്ധി ഉപദേശിക്കാൻ പാതിരാത്രിയാണല്ലോ നല്ലത്. അതമ്മയും ഒന്നു പോയി കിടന്ന് ഉറങ്ങുന്നുണ്ടോ രണ്ടുപേരും? പാതിരയുമില്ല പകലുമില്ല. കുടുംബം നശിപ്പിച്ചേ അടങ്ങൂ രണ്ടുപേരും. എന്താ മുത്തശ്ശിയുടെ അഭിനയം? ഞാനങ്ങനെ അഭിനയിച്ചില്ലെങ്കിൽ കാണാമായിരുന്നു. രണ്ടെണ്ണവും കൂടി ഇവിടെ കോലാഹലം ഉണ്ടാക്കിയേനെ. എന്നാലും എന്റെ മോനെ, സ്വന്തം വീട്ടില് കള്ളന്മാരെ പോലെ കയറേണ്ട അവസ്ഥയായല്ലോ നിനക്ക്. അതൊരു കള്ളത്തിരുന്ന് വരുന്നുണ്ടല്ലോ മുത്തശ്ശി. എന്നാലും ഈ കള്ളത്തരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചേ പറ്റൂ. പരമേശ്വരൻ തിരിച്ചു വരട്ടെ. എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. മോൻ പോകാൻ നോക്ക്. അല്ല മുത്തശ്ശി, രാധയ്ക്ക് ഉണരുമ്പോ രാധയ്ക്കൊരു സർപ്രൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് റൂമില്. എന്താ അത്? അതൊരു പ്രസന്റാ. നാളെ നേരം വിളിക്കുമ്പോ അയാളത് കാണണം. ഞാൻ വന്ന് പോയതാണെന്ന് അയാൾ ചിന്തിക്കുകയാണെങ്കിൽ ചിന്തിച്ചോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ നിന്നാലേ അടുത്ത സെർച്ചിന് എന്റെ പാവം മുത്തശ്ശി അകപ്പെട്ടു പോകും. എന്നാലും ഞാൻ പോട്ടെ. മുത്തശ്ശി പോയി കിടന്നു. ഓക്കെ, ശരി. ഈ ചേച്ചിക്ക് ഇതെന്തു പറ്റി? എന്നും എന്നെ കൃത്യമായിട്ട് വിളിച്ചുണർത്തുന്നതാണല്ലോ. ഇത് നേരത്തെ ലൊക്കേഷനിൽ എത്തണമെന്ന് പറഞ്ഞിരിക്കുവോ? എന്റെ സ്വന്തം രാധികയ്ക്ക്
ചേച്ചി ചേച്ചി അയ്യോ നേരം എടുത്തോ. ഞാൻ നിന്നെ വിളിക്കണമെന്ന് കരുതിയ കയറി കടന്ന്. ഞാൻ പെട്ടെന്ന് റെഡിയാവാം, നമുക്കിറങ്ങാം. അതെ, ഇന്നലെ ഇവിടെ ആരാ വന്നേ? ഇവിടെ ആരും വന്നല്ലോ. സത്യം പറഞ്ഞു, ഇന്നലെ ചേച്ചി കാണാൻ വരുൺ ഇവിടെ വന്നിരുന്നില്ലേ? ശ്ശേ, നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ കിടന്നുറങ്ങിപ്പോയി എന്നുള്ളത് നേരാ, അല്ലാതെ ഇവിടെ അങ്ങനെ മിണ്ടരുത്. തെളിവടക്കോ ഞാൻ ചോദിക്കുന്നത്. ഇനി എന്നോട് കള്ളത്തിനും പറഞ്ഞാലുണ്ടല്ലോ. പ്രിയേ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. വരുൺ എവിടെയോ ദൂരെ ഗസ്റ്റ് ഹൗസിലല്ലേ? എന്നിട്ട് വരുൺ എന്നെ കാണാൻ വന്നു എന്ന് പറഞ്ഞ. എന്താ എന്താ മോളെ? അമ്മേ, ഇന്നലെ രാത്രി വരുൺ ഇവിടെ വന്നിരുന്നോ? ഇല്ല. കാര്യം എന്താ പ്രിയങ്കേ? എന്താടി? എനിക്കറിയില്ല ചെറിയമ്മേ. ഉറക്കത്തിന്ന് വിളിച്ച പ്രിയങ്ക എന്നോട് ചോദിച്ചു. ഒരു കാര്യമില്ലാതെ പ്രിയങ്ക മോൾ ഇങ്ങനെ ചോദിക്കില്ലല്ലോ. കാര്യമുണ്ട് ചെറിയമ്മേ. ദേ ഇത് കണ്ടോ, ഞാൻ വരുമ്പോ ഈ ഗിഫ്റ്റ് ഇവിടെ മേശപ്പുറത്തിരിക്കായിരുന്നു. ഓ, ഈ ഗിഫ്റ്റിന്റെ കാര്യമാണോ? ഞാനത് രാധികമ്മക്ക് വേണ്ടി വാങ്ങിച്ചതാ. അവക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി മേശപ്പുറത്ത് വെച്ചതാ. കൊള്ളാം മുത്തശ്ശി, ഗിഫ്റ്റിന്റെ കാര്യം അങ്ങനെ ആയിക്കോട്ടെ. ഈ കുറിപ്പ് മുത്തശ്ശി വെച്ചതാണോ? അമ്മ നോക്കി. എന്റെ സ്വന്തം രാധികയ്ക്ക് എന്താ അമ്മേ, ഇത് അമ്മ എഴുതിയതാണോ? അല്ല, അങ്ങനെ എഴുതുന്നോണ്ട് എന്താ കുഴപ്പം? നമ്മുടെ കുട്ടികളെ സ്വന്തം കുട്ടിയാന്ന് പറയില്ലേ? എടുത്തി, ഇതിൽ ഒരു സംശയം വേണ്ട. ഇന്നലെ രാത്രിയിൽ വരുൺ ഇവിടെ വന്നിട്ടുണ്ട്, ഇവളുടെ മുറിയിൽ കഴിഞ്ഞിട്ടുണ്ട്. അമ്മ പിന്നെ എല്ലാത്തിനും കൂട്ടാണല്ലോ. ഇന്നലെ എന്തോ തട്ടി വീഴുന്ന ശബ്ദം കേട്ട് നമ്മൾ ഇറങ്ങി പരിശോധിച്ചതല്ലേ? അപ്പോ നമ്മളോട് ദേഷ്യപ്പെട്ടതാരാ? അമ്മയല്ലേ? എന്തായിരുന്നു തിടുക്കം ഞങ്ങളോട് പോയി കിടന്ന് ഉറങ്ങാൻ പറയാൻ? ഉർവശി, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിക്കണ്ട. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. വേണ്ടമ്മേ, അമ്മ പറയുന്നതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.